ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ Q1 റിസൾട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല റിസൾട്ട് വന്നിരിക്കുന്ന കുറച്ച് കമ്പനികളുടെ ഒരു പ്രൈമറി അനാലിസിസ് നമുക്ക് നോക്കാം. ആദ്യം കരൂർ വൈശ്യ ബാങ്കാണ്. നല്ല രീതിയിൽ ഇന്ന് കയറിയിട്ടുണ്ട്. റിസൾട്ടിന് ഇമ്പാക്റ്റ് ആണ്. ഓക്കെ, 12ആണ് അതിന്റെ പി റേഷ്യോ. മാർക്കറ്റ് ക്യാപ്പ് 32,833. ഇതുപോലെ നമുക്ക് അതിന്റെ ഫണ്ടമെന്റൽ പ്രൈമറി ആയിട്ട് ജസ്റ്റ് ഒന്ന് അനാലിസിസ് ചെയ്യുവാണെങ്കിൽ ഇവരുടെ ROC നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. 7.62 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻഡസ്ട്രിയിലെ തന്നെ ഒരു ടോപ്പസ്റ്റ് വൺ ആണ് നിലവിലുള്ള ROC. അതുപോലെ ROEയും ആ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ടോപ്പാണ്. ഓക്കെ, കമ്പാരിറ്റീവ് അത് ICICI ബാങ്കുമായിട്ട് കമ്പയർ പോലും ചെയ്യുമ്പോൾ പോലും ഇങ്ങനെ തന്നെയാണ്. എനിവേ 5 വർഷത്തെ ROC എന്ന് പറഞ്ഞാൽ 6.51 ആണ്. 3 വർഷത്തെ ആവറേജ് നോക്കുമ്പോൾ 7.30, ലാസ്റ്റ് വർഷം 7.62. അതുപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി 16.02, അവിടുന്ന് 3 വർഷത്തെ ആവറേജ് 18.08, അവിടുന്ന് ലാസ്റ്റ് 4 ക്വാർട്ടറിൽ 19.10. പി റേഷ്യോ അണ്ടർ വാല്യൂ ആണ്. ഇൻഡസ്ട്രി പീനെ കഴിഞ്ഞ് താഴെയാണ് നിൽക്കുന്നത്. പെഗ് റേഷ്യോ വളരെ ഫേവർ ആണ്. 321 ഇൻട്രൻസിക് വാല്യൂ, 340 ഇപ്പോഴത്തെ റേറ്റ്, 145 ബുക്ക് വാല്യൂ, 123 140 ആയിട്ട് കൂടിയിരിക്കുന്നത്. റിസൾട്ടിലോട്ട് പോവാം. റിസൾട്ടിലെ ടോപ്പ് ലൈൻ ഗ്രോത്ത് 2569 കോടി കഴിഞ്ഞ വർഷം. ഇയർ ഓൺ ഇയറിൽ ഇപ്പോൾ നോക്കും 3049 കോടി, നല്ല രീതിയിൽ ഗ്രോത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് 1489 കോടി, ഇവിടെ 1627 കോടി. 839 കോടിയുടെ എക്സ്പെൻസ് ആണ് അപ്പോൾ കഴിഞ്ഞ വർഷം ഉള്ളൂ, 2025 ജൂണിലുള്ളൂ. ഈ പ്രാവശ്യം ഇത്രയും സെയിൽസ് കൂടിയിട്ടും 859 കോടി മാത്രമാണ്. വളരെ നോർമലായിട്ട് മാത്രമാണ് എക്സ്പെൻസ് കൂടിയിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ എക്സ്പെൻസ് ഒക്കെ മാനേജ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂണിൽ 14.21 ആണ് എംപ്ലോയി കോസ്റ്റ്. ഇപ്പോൾ അത് വളരെ നന്നായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. 13.09 ആയിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫിനാൻസിങ് പ്രോഫിറ്റ് 9, അവിടുന്ന് ഇരട്ടിയായിട്ടാണ് ഫിനാൻസിങ് പ്രോഫിറ്റ് കൂടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്രത്തോളം എഫക്റ്റ് ആണ് ആ റിസൾട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇയർ ഓൺ ഇയറും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും നല്ല റിസൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇൻവെസ്റ്ററിനെ നോക്കുമ്പം FII ഹോൾഡിംഗ് കൂട്ടിയിട്ടുണ്ട്, മ്യൂച്വൽ ഫണ്ടുകാരും ഹോൾഡിംഗ് കൂട്ടിയിട്ടുണ്ട്. പ്രൊമോട്ടർ കയ്യിൽ 2.07% ഉള്ളൂ. അതൊരു വലിയ കാര്യമല്ല. പബ്ലിക്കിൻ്റെ കയ്യിൽ ഹോൾഡിംഗ് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബെറ്റർ ക്യാഷ് ഫ്ലോ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ ബാലൻസ് ഷീറ്റൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റാണ്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് എന്ന് പറയും. ഓക്കെ, ഞാൻ കരൂർ വൈശ്യയുടെ ഒരു കാര്യം കൂടെ ഈ പ്രാവശ്യം കോൺകോളുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയും. പുതിയ പ്രൊഡക്റ്റ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ലോണുകളും ഒക്കെ പ്ലാൻ ചെയ്യുവാണ്. അവർ ബേസിക്കായിട്ട് ഈ NRIസിനുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിപ്പോസിറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ അടുത്ത ക്വാർട്ടറുകളിലേക്ക് അവരുടെ സെയിൽസ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എയ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ 28.4 പി റേഷ്യോ, 12,401 കോടിയുടെ മാർക്കറ്റ് ക്യാപ്പ്, ഒരു മിഡ് ക്യാപ് സ്റ്റോക്കാണ്. അവരുടെ അനാലിസിസ് നമ്മൾ നോക്കുവാണെങ്കിൽ 32 5 വർഷത്തെ ROC, അത് 38 3 വർഷത്തെ. ഇപ്പം ലേറ്റസ്റ്റ് അടിച്ചിട്ട് കുറവാണ്, 31.70. ROE 24.43, 26.71, ലാസ്റ്റ് വർഷം 22.90. ഓക്കെ, ഇൻഡസ്ട്രി PE 29.82, അവിടുന്ന് തൊട്ട് താഴെയാണ്. ഓക്കെ, പിന്നെ കടം വളരെ കുറവുള്ള കമ്പനിയാണ്. 1105, അത് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രൻസിക് വാല്യൂവിനെ കഴിഞ്ഞ് താഴെയാണ് മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ നിൽക്കുന്നത്. ബുക്ക് വാല്യൂ 168, 135 എന്നാണ് ലാസ്റ്റ് 12 മാസം കൊണ്ട് 168 ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അവരുടെ ക്വാർട്ടർലി റിസൾട്ട് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ജൂൺ ക്വാർട്ടറിൽ, കഴിഞ്ഞ ജൂണിൽ 93 കോടിയായിരുന്നു നെറ്റ് പ്രോഫിറ്റ് എങ്കിൽ ഈ ജൂണിൽ 118 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. അത് മാർച്ച് മാസം 172 കോടിയിൽ നിന്ന് ഒരു ചെറിയ ഡിപ്പാണ് വന്നിരിക്കുന്നത്. അത് എപ്പോഴും ഇതിന് മുമ്പുള്ള ഹിസ്റ്ററിയും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ 2025 ഫിനാൻഷ്യൽ ഇയറിലും 164 മാർച്ചിൽ, അത് കഴിഞ്ഞിട്ട് ജൂണിൽ 93 കുറഞ്ഞു വന്നു. അതിന് FY24 130 മാർച്ചിൽ, അത് കഴിഞ്ഞിട്ട് തൊട്ട് വരുന്ന ജൂണിൽ Q1 99 കുറഞ്ഞു വന്നു. അപ്പോൾ ജൂൺ എപ്പോഴും ഇച്ചിരി ലീൻ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഇവർക്ക് ഉള്ളത്. ആ രീതി നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ ഇയർ ഓൺ ഇയറിൽ ബെറ്റർ റിസൾട്ടാണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഈ പറഞ്ഞ പോലെ. ഇയർ ഓൺ ഇയറിൽ നോക്കുമ്പോൾ OPM മാർജിൻ 14% എന്നുള്ളത് ഇപ്പോൾ 15% കൂടിയിട്ടുണ്ട്. ഓക്കെ, അതർ ഇൻകം ഇവിടെ കുറച്ച് അഡീഷണൽ ആയിട്ട് അതർ ഇൻകം കയറിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ നെറ്റ് പ്രോഫിറ്റിലോട്ട് നോക്കേണ്ട കാര്യമില്ല. ഇവിടെ ഫിനാൻസിങ് OPM പ്രോഫിറ്റ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇക്വിറ്റിയുടെ ഡൈല്യൂഷൻ ഒന്നുമില്ല, റിസർവ് കൂടി വരുന്നുണ്ട്. ബോറോവിങ്സ് കടം കുറവാണ്. ഇത് 1987 കോടി രൂപ റിസർവ് ഉള്ള ഒരു കമ്പനിക്ക് 8 കോടി രൂപയുടെ കടമുണ്ടെന്ന് പറയുന്ന ഒരു കടമായിട്ട് പോലും കൂട്ടാനില്ല. ഓക്കെ, ക്യാഷ് ഫ്ലോ പോസിറ്റീവാണ്. ഓക്കെ, പിന്നെ ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ FIA കുറച്ച് ഹോൾഡിംഗ് കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടുകാർ കുറച്ച് ഹോൾഡിംഗ് കൂട്ടി. പ്രൊമോട്ടറുടെ കയ്യിൽ സ്റ്റേബിളാണ്. പബ്ലിക്കിൻ്റെ കയ്യിൽ കുറച്ച് ഹോൾഡിംഗ് കൂടിയിട്ടുണ്ട്. അടുത്തത് അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസ് ആണ്. 12,705 കോടിയാണ് മാർക്കറ്റ് ക്യാപ്പ്, 58 പി റേഷ്യോ. ആ രീതി നോക്കുമ്പോൾ പി റേഷ്യോ ഒരല്പം കൂടുതലാണ്. ഇതൊരു ഹെവി ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് കമ്പനിയാണ്. ABBയുടെ ഒക്കെയാണ് കോമ്പറ്റീറ്റർ, CG പവറും അതൊക്കെ.
ഓക്കെ, അവരുടെ ROC 5 വർഷത്തെ നോക്കുമ്പോൾ 46.93, 3 വർഷത്തെ നോക്കുമ്പോൾ 46.92, ലാസ്റ്റ് ഇയറിൽ 45.26, റിട്ടേൺ ഓൺ ഇക്വിറ്റി 36.13 34 ആവുന്നു, അവിടെ 31 ആയിട്ട് കുറച്ച് കുറഞ്ഞു വരുന്നു. ഈ രീതിയിൽ ഫണ്ടമെന്റൽ നോക്കുമ്പോൾ ഒരു ചെറിയ സെയിൽസിൽ ഒരു ചെറിയ ഡിപ്പുണ്ട്, നെറ്റ് പ്രോഫിറ്റിൽ ചെറിയ ഡിപ്പുള്ളതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇൻഡസ്ട്രി പിനെ കഴിഞ്ഞും മുകളിലാണ് നിൽക്കുന്നത്. ഓക്കെ, പെഗ് റേഷ്യോ ഈ ഫിഗറുകൾ വെച്ച് നോക്കുമ്പോൾ പെഗ് റേഷ്യോ അല്പം മോശമായിട്ടാണ് നിൽക്കുന്നത്. കടം ഇല്ലായികയില്ല, കടമുണ്ട് എന്ന് മാനേജബിൾ ആണ്. 1186 കോടിയാണ് അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ. അതിൻ്റെ ഇപ്പോഴത്തെ വില 1654 കോടി രൂപയാണ്. റിസൾട്ടിലോട്ട് പോകാം. 315 കോടിയിൽ നിന്ന് ഒരു വർഷം കൊണ്ട് 466 കോടിയായിട്ട് അവരുടെ സെയിൽസ് കൂടിയിട്ടുണ്ട്. 49 നിന്ന് ഓൾമോസ്റ്റ് ഒരു 40-50% ഗ്രോത്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും കൊടുത്തിട്ടുണ്ട്. OPM മാർജിനും ഇതേപോലെ തന്നെ നല്ലൊരു കയറ്റം കയറിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മാർച്ച് മാസം നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ബിസിനസ് ഒരു സൈക്ലിക്കലാണ്. മാർച്ച് മാസം എപ്പോഴും നല്ല റിസൾട്ടാണ് സാധാരണ രീതിയിൽ കൊടുക്കാറുള്ളത്. Q1 എപ്പോഴും മോശം റിസൾട്ടും ആയിരിക്കും. ആ ഫിനാൻഷ്യൽ ഇയറിൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. ഓക്കെ, അതാണ് അതിന്റെ ഹിസ്റ്ററി. അതുകൊണ്ട് തന്നെ ഈ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 150 കോടിയിൽ നിന്ന് 77 കോടിയായിട്ട് നെറ്റ് പ്രോഫിറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറഞ്ഞു എന്നുള്ളത് ഒരു വലിയ കൺസേൺ അല്ല. പിന്നെ നമ്മൾ ബാലൻസ് ഷീറ്റോട്ട് നോക്കുവാണെങ്കിൽ ലിക്വിഡിറ്റി ചെറിയ രീതിയിലുള്ള ഡൈലൂഷൻ നടന്നിട്ടുണ്ട്. റിസർവ് നല്ല രീതി 3 ഇരട്ടിയായിട്ട് റിസർവ് കൂടി, ബോറോവിങ്സ് 3-1 കുറഞ്ഞു. രണ്ടും നല്ല സൈനാണ്. ഓക്കെ, ക്യാഷ് ഫ്ലോ പോസിറ്റീവാണ്. ഓക്കെ, ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ നോക്കുവാണെങ്കിൽ പ്രൊമോട്ടർ സ്റ്റേബിളാണ്. FII ചെറുതായിട്ട് കുറച്ചിട്ടുണ്ട്, മ്യൂച്വൽ ഫണ്ടുകാർ ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ട്. പബ്ലിക്കിന്റെ കയ്യിൽ 6% മാത്രമാണ് ഹോൾഡിംഗ് ഉള്ളൂ. അടുത്തത് ഗ്രാനുവൽസ് ആണ്. ഗ്രാനുവൽസ് നല്ല റിസൾട്ട് വന്നിട്ടും ഇന്ന് കുറച്ച് വീക്കാണ്. 21,589 കോടിയാണ് മാർക്കറ്റ് ക്യാപ്പ്, 33 PE റേഷ്യോ. നമുക്ക് അതിന്റെ ഫണ്ടമെന്റൽ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ ROC 5 വർഷം 16, അവിടുന്ന് 15, അവിടുന്ന് 15 സ്റ്റേബിൾ. റിട്ടേൺ ഓൺ ഇക്വിറ്റി 15, 13, 13.75. ഇൻട്രിൻസിക് വാല്യൂവിന്റെ ഈക്വൽ ആയിട്ട് PE റേഷ്യോ നിൽക്കുന്നു. ഓക്കെ, പെഗ് റേഷ്യോ ഒരല്പം കൂടുതലാണ്. കടം ഓക്കെ, കുഴപ്പമില്ല. 529 ആണ് അതിന്റെ ഇൻട്രിൻസിക് വാല്യൂ, 871 മാർക്കറ്റ് റേറ്റ്. പിന്നെ നമ്മൾ അതിന്റെ ക്വാർട്ടർലി റിസൾട്ടിലോട്ട് പോകുമ്പോൾ 1210 കോടിയാണ് കഴിഞ്ഞ വർഷത്തെ സെയിൽസ്. ഇപ്രാവശ്യം 1477 കോടിയായിട്ട് സെയിൽസ് കൂടിയിട്ടുണ്ട്. 247 നിന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 339 കോടിയായിട്ടും 352 നിന്ന് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 339 ആയിട്ടും വന്നിട്ടുണ്ട്. ഇയർ ഓൺ ഇയറിൽ നോക്കുമ്പോൾ 20% എന്നുള്ള OPM മാറി 23% ആയിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുമ്പോൾ 24 നിന്ന് 23 ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, അത് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നോക്കുമ്പോൾ 113 കോടിയിൽ നിന്ന് 180 കോടിയായിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇവരുടെ ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലിക്വിഡ് ഡൈലൂഷൻ ഒന്നുമില്ല. റിസർവ് നന്നായിട്ട് കൂടി, ബോറോവിങ്സ് സംതിങ് ചെറിയൊരു കൂടുതലുണ്ടായിട്ടുള്ളൂ. ക്യാപെക്സ് 410 കോടി, അതിൻ്റെയൊക്കെ എഫക്ട് വരുന്ന ക്വാർട്ടറുകളിൽ കാണാം. ക്യാഷ് ഫ്ലോ 793 കോടിയുണ്ട്. ഓക്കെ, ഇവരുടെ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുവാണെങ്കിൽ 38 എന്നുള്ള പ്രൊമോട്ടർ ഹോൾഡിംഗ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുവാണ്. FII കൂട്ടിയിട്ടുണ്ട്, മ്യൂച്വൽ ഫണ്ടുകാർ ചെറിയ രീതിയിൽ കുറച്ചിട്ടുണ്ട്. പബ്ലിക്കിന്റെ കയ്യിലും കൂടി FII വാങ്ങി കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രീതി നോക്കുമ്പോൾ അതൊരു പോസിറ്റീവാണ്. അടുത്തത് ബജാജ് ഓട്ടോയാണ്. ഓട്ടോ സെക്ടറിലെ നല്ലൊരു കമ്പനിയാണ്. 24 ആണ് അതിൻ്റെ PE റേഷ്യോ. അതിൻ്റെ ജസ്റ്റ് ഫണ്ടമെന്റൽ നമ്മളൊന്ന് നോക്കുമ്പോൾ 27 ആണ് 5 വർഷത്തെ ROC, അവിടെ 29 ആകുന്നു, 28 ആകുന്നു. റിട്ടേൺ ഓൺ ഇക്വിറ്റി 5 വർഷം 23 ആകുന്നു, റിട്ടേൺ ഓൺ ഇക്വിറ്റി 26 ആകുന്നു, 29. റിട്ടേൺ ഓൺ ഇക്വിറ്റിയിൽ നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇൻട്രിൻസിക് വാല്യൂവിന് ഇൻഡസ്ട്രി PE കഴിഞ്ഞ് താഴെയാണ് അതിൻ്റെ PE റേഷ്യോ. കടം ഒക്കെ മാനേജബിൾ ആണ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഒക്കെ വളരെ ഫേവറാണ്. 7726 കോടി രൂപയാണ് അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ. അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ മാർക്കറ്റ് റേറ്റ് 10,408 കോടി രൂപ. വലിയൊരു കമ്പനിയാണ്, ഏറ്റവും ടോപ്പ് കമ്പനിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻട്രിൻസിക് വാല്യൂനെ കഴിഞ്ഞൊക്കെ മേളിൽ നിൽക്കും. ഓക്കെ, ക്വാർട്ടർലി റിസൾട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യുവാണെങ്കിൽ 13,133 കോടിയിൽ നിന്ന് 21,689 കോടി എന്ന് പറയുന്നത് 70-80% ഗ്രോത്ത് ആണ് സെയിൽസിൽ ടോട്ടലായിട്ട് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 2,793 കോടി കഴിഞ്ഞ ജൂണിലുണ്ടായിരുന്നത് ഈ ജൂൺ വന്നപ്പോഴേക്കും 4,528 കോടിയായിട്ട് അതും കൂടിയിട്ടുണ്ട്. OPM മാർജിൻ സ്റ്റേബിളാണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ഇയർ ഓൺ ഇയറിലും ബെറ്റർ റിസൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അവരുടെ ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇക്വിറ്റി ചെറിയ രീതിയിൽ ഡൈലൂഷൻ ഉണ്ട്. റിസർവ് ഹ്യൂജ് റിസർവാണ്. ബോറോവിങ്സ് ഈ അടുത്ത് ആയിട്ട് കുറച്ച് ബോറോവിങ്സ് കൂടിയിട്ടുണ്ട്. ഓക്കെ, അത് അവരുടെ എവിടേക്കാണ് ബോറോവിങ്സ് കൂടുന്നുള്ളത് ഇവിടെയൊക്കെ നോക്കിയാൽ മതി. ക്യാപെക്സ് ഒക്കെ ഹ്യൂജ് ആയിട്ടാണ് ക്യാപെക്സ് ഒക്കെ കമ്പനി ഇറക്കുന്നത്. ഓക്കെ, ക്യാഷ് ഫ്ലോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്യാഷ് ഫ്ലോ ഉണ്ട്. ഓക്കെ, ഇൻവെസ്റ്ററിനെ നോക്കിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റർ സ്റ്റേബിളാണ്. പ്രൊമോട്ടർ FII ചെറിയ രീതിയിൽ കൂട്ടുന്നുണ്ട്, മ്യൂച്വൽ ഫണ്ടുകാർ ചെറിയ രീതിയിൽ കുറയ്ക്കുന്നുണ്ട്, പബ്ലിക്കിൻ്റെ കയ്യിൽ ചെറിയ രീതിയിൽ കൂടിയിട്ടുമുണ്ട്. ഓക്കെ, അടുത്ത അദാനി എനർജി സൊല്യൂഷൻസ് ആണ്. ഓക്കെ, 71 PE റേഷ്യോ, കുറച്ച് വാല്യൂ കൂടി നിൽക്കുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, ആ സെക്ടറിൽ പവർ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവരുടെ ഏരിയ. ആ സെക്ടറിലെ ഏറ്റവും വലിയൊരു കമ്പനിയാണ്.
9.65 ആണ് അവരുടെ ROC 5 വർഷം നോക്കുമ്പോൾ 9.91 നിന്ന് 9.65 ആകുന്നു. അവിടെ നിന്ന് 9.65 ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. റിട്ടേൺ ഓൺ ഇക്വിറ്റി 10.93 നിന്ന് 10.47 ആയിട്ട് കുറയുന്നു. ഇപ്പം 9.44 ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, ഇൻഡസ്ട്രി PE എന്ന് പറയുമ്പോൾ ഈ കമ്പനിക്ക് തന്നെ ഉള്ളു കാര്യം ആ സെക്ടറിൽ. അപ്പോൾ അതുകൊണ്ട് അത് ഈക്വൽ ആയിട്ട് തന്നെ നിൽക്കുന്നു. ഇൻട്രൻസിക് വാല്യൂ 415 പക്ഷെ നല്ല രീതിയിൽ പ്രീമിയത്തിലാണ് നിൽക്കുന്നത്. അത് പി റേഷ്യോ അത്രയും കൂടുതലായതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. നമ്മളത് പി റേഷ്യോ കണ്ടപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ. ക്വാർട്ടർ റിസൾട്ടിലോട്ട് പോകുമ്പോൾ 6819 കോടിയിൽ നിന്ന് 9711 കോടിയായിട്ട് ഒരു വർഷം കൊണ്ട് സെയിൽസ് കൂടിയിട്ടുണ്ട്. 1811 കോടിയിൽ നിന്ന് 3008 കോടിയായിട്ട് പ്രോഫിറ്റും കൂടിയിട്ടുണ്ട്. 27% ആണ് OPM മാർജിൻ നിൽക്കുന്നത്. അത് 31% ആയിട്ട് കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിവിടെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ ഇക്വിറ്റി ഡൈല്യൂഷൻ ഇല്ല, റിസർവ് കൂടിയിട്ടുണ്ട്. റിസർവിനെ കഴിഞ്ഞും കൂടുതലായിട്ട് ബോറോവിങ്സ് ഉണ്ട്. ഇത് മാറ്റർ ഓഫ് കൺസേൺ ആണ്. ഓക്കെ, ഇൻവെസ്റ്റേഴ്സിനെ നോക്കുമ്പോൾ FII കുറച്ചിട്ടുണ്ട്, പ്രൊമോട്ടർ കൂട്ടിയിട്ടുണ്ട്, പബ്ലിക്കിൻ്റെ DII കൂട്ടിയിട്ടുണ്ട്. പബ്ലിക്കിൻ്റെ കയ്യിൽ കുറച്ചും കൂടെ കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് FII മാത്രമാണ് കുറച്ചിരിക്കുന്നത്. പബ്ലിക്കിൻ്റെ കയ്യിലേയും കൂടെ കൂടി പ്രൊമോട്ടറും DIIയും കൂടെ കൂടി വാങ്ങിച്ചു കൂട്ടി. ഓക്കെ, അടുത്തത് TVS മോട്ടറാണ്. 52 PE റേഷ്യോ. അതിൻ്റെ ഫണ്ടമെന്റൽ അനാലിസിസിൽ 14.30 നിന്ന് 3 വർഷം കൊണ്ട് 15.76 ആകുന്നു. 17.37 ആകുന്നു. റിട്ടേൺ ഓൺ ഇക്വിറ്റി 27.81 നിന്ന് 29.75 ആകുന്നു. ഇപ്പം ലേറ്റസ്റ്റ് നല്ല പെർഫോമൻസ് 33.62. രണ്ട് രീതിയിലും ബെറ്റർ ആയിട്ടുള്ള ഫിഗേഴ്സ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇൻഡസ്ട്രി PE 37 ഇവിടെ 52 നിൽക്കുന്നു. ഇത്രയും നല്ല ഫിഗറുകളുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും TVS മോട്ടറിന് ഇങ്ങനെ വരും. ഓക്കെ, ഇൻട്രൻസിക് വാല്യൂ 993 ആണ്. 3791 അതിൻ്റെ മാർക്കറ്റ് റേറ്റ്. 201 ബുക്ക് വാല്യൂ. റിസൾട്ടിലോട്ട് പോകാം. റിസൾട്ട് 12210 കോടിയുടെ സെയിൽസ് ഇന്ന് ഈ വർഷം ഒരു വർഷം കൊണ്ട് 16296 കോടിയുടെ സെയിൽസ് ആയിട്ട് കൂടിയിട്ടുണ്ട്. 1803 കോടിയുടെ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 2343 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. 15% OPM മാർജിൻ 15% OPM മാർജിൻ 14% ചെറിയ രീതിയിലൊരു OPM മാർജിൻ്റെ പ്രഷറും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 602 കോടി രൂപയുടെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് കടമുണ്ട് കമ്പനിക്ക്, അതാണ്. പിന്നെ നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കുമ്പം ഇക്വിറ്റി ഡൈല്യൂഷൻ ഇല്ല, റിസർവ് കൂടി, ബോറോവിങ്സ് കുറച്ച് കൂടിയിട്ടുണ്ട്. റിസർവിനെ കഴിഞ്ഞ് കൂടുതൽ ബോറോവിങ്സ് ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ. പക്ഷേ അതർ അസറ്റുകൾ വേറെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇൻവെന്ററി ആയിട്ടും ട്രേഡ് റിസീവബിൾ ആയിട്ടും ക്യാഷ് ഈക്വലന്റ് ആയിട്ടും ഒക്കെ ഹ്യൂജ് ആയിട്ടുള്ള റിസർവ് അതർ അസറ്റുകളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വിഷയമല്ല. ഓക്കെ, പിന്നെ നമുക്ക് ക്യാഷ് ഫ്ലോ ഒക്കെ പോസിറ്റീവാണ്, വലിയൊരു കമ്പനിയാണ്. ഇൻവെസ്റ്ററിനെ നോക്കുമ്പോൾ FII കുറച്ചിട്ടുണ്ട്, DII കൂട്ടിയിട്ടുണ്ട്, പബ്ലിക്കിൻ്റെ കയ്യിൽ സ്റ്റേബിളായിട്ട് നിൽക്കുവാണ്. ഓക്കെ, അപ്പം പബ്ലിക്കിൻ്റെ കയ്യിൽ സ്റ്റേബിളായിട്ട് നിൽക്കുമ്പോൾ FII കുറച്ചിരിക്കുന്ന എല്ലാം DII വാങ്ങിച്ചു കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഇന്ത്യ മാർട്ടാണ്. 23 PE റേഷ്യോ. 11,532 കോടി മാർക്കറ്റ് വാല്യൂ. അവരുടെ ഫണ്ടമെന്റൽ നമ്മൾ അനാലിസ് ചെയ്യുമ്പോൾ 25 5 വർഷത്തെ ROC അവിടെ 28 ആകുന്നു. ഇപ്പോൾ 28 സ്റ്റേബിളായിട്ട് നിൽക്കുന്നു. റിട്ടേൺ ഓൺ ഇക്വിറ്റി 19 21, ഇപ്പോൾ 20. ഇൻഡസ്ട്രി PE 23 അവിടെ തന്നെ സ്റ്റേബിളായിട്ട് PE റേഷ്യോ നിൽക്കുന്നു. കടം വളരെ കുറവുള്ളൊരു കമ്പനിയാണ്. 1580 കോടി 1580 അതിൻ്റെ ഇൻട്രൻസിക് വാല്യൂ. 399 ബുക്ക് വാല്യൂ ആണ്. മാർക്കറ്റ് റേറ്റ് 1918 ആണ്. ക്വാർട്ടർലി റിസൾട്ട് നോക്കുമ്പോൾ 372 കോടിയിൽ നിന്ന് 414 കോടിയായിട്ട് സെയിൽസ് കൂടിയിട്ടുണ്ട്. 119 കോടിയിൽ നിന്ന് 132 കോടിയായിട്ട് പ്രോഫിറ്റും കൂടിയിട്ടുണ്ട്. OPM മാർജിൻ സ്റ്റേബിളായിട്ട് 32% സ്റ്റേബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. കുറച്ച് അതർ ഇൻകം കയറി വന്നിട്ടുണ്ട്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇക്വിറ്റി ഡൈല്യൂഷൻ ഇല്ല, റിസർവ് കൂടി, ബോറോവിങ്സ് നിസ്സാരം. പിന്നെ ഇൻവെസ്റ്ററിന് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർ സ്റ്റേബിളാണ്, FII കൂട്ടിയിട്ടുണ്ട്, മ്യൂച്വൽ ഫണ്ടുകാർ കുറച്ചിട്ടുണ്ട്, പബ്ലിക്കിൻ്റെ കയ്യിൽ കുറച്ച് ഹോൾഡിംഗ് കൂടിയിട്ടുണ്ട്. അതൊരു മാറ്റർ ഓഫ് കൺസേൺ ആണ്. അടുത്തത് എംആൻഎ ഫിനാൻഷ്യൽ സർവീസ് ആണ്. 48,621 കോടിയാണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. 14 അതിൻ്റെ ഏതാണ് സ്റ്റോക്ക് PE. ആ സെക്ടറിലെ നല്ലൊരു കമ്പനിയാണ്. അത് 8.52 നിന്ന് ROC കൂടി 8.52, അവിടുന്ന് 8.76, അവിടുന്ന് 8.72. റിട്ടേൺ ഓൺ ഇക്വിറ്റി 10.57 നിന്ന് 11.14, 12.26. ഇൻഡസ്ട്രി PE കഴിഞ്ഞും താഴെയാണ് PE റേഷ്യോ നിൽക്കുന്നത്. ഓക്കെ, പിന്നെ കടം ഫിനാൻസ് കമ്പനിയാണ്, അത് നോക്കിയിട്ട് കാര്യമില്ല. 312 ആണ് ഇൻട്രൻസിക് വാല്യൂ, 191 ബുക്ക് വാല്യൂ, 349 മാർക്കറ്റ് റേറ്റ്. പെർഫോമൻസ് ഒന്ന് നോക്കാം. 4,991 കോടിയിൽ നിന്ന് 5,718 കോടിയായിട്ട് ഇയർലി പെർഫോമൻസ് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 746 കോടിയിൽ നിന്ന് 1,312 കോടിയായിട്ട് ഫിനാൻസിങ് പ്രോഫിറ്റും കൂടിയിട്ടുണ്ട്. അപ്പോൾ എക്സ്പെൻസ് ബ്യൂട്ടിഫുൾ ആയിട്ട് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റി തന്നെയാണ് ഈ സെയിൽസിലുണ്ടായി ഇത്രയും വലിയൊരു ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ചെറിയൊരു വീക്ക്നെസ് ഉണ്ട്, പക്ഷേ
ഇയർ ഓൺ ഇയറിൽ നല്ല റിസൾട്ടാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി ഡയലൂഷൻ ചെറുതായിട്ട് നടന്നിട്ടുണ്ട്. റിസർവ് 26,361 കോടിയുടെ റിസർവ് ഉണ്ട്. 1,28,370 കോടിയുടെ ബോറോവിങ്സും ഉണ്ട്. ഓക്കെ, പിന്നെ അപ്പം അതർ അസറ്റുകളും കാര്യങ്ങളും ബോറോവിങ്സ് മീൻസ് ഇത് ഫിനാൻസ് കമ്പനിയാണ്. ആ ബോറോവിങ്സ് കണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർ സ്റ്റേബിളാണ്. FII വലിയ വ്യത്യാസമൊന്നുമില്ല. മ്യൂച്വൽ ഫണ്ടുകാർ ചെറുതായിട്ട് കുറച്ചിട്ടുണ്ട്. പബ്ലിക് നില ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. അതൊരു കൺസേൺ ആണോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ കൺസേൺ ആകേണ്ട കാര്യങ്ങളൊന്നും അതിനകത്തില്ല. ചെറിയ 1% ഒന്നും ഇല്ല. TVS ഹോൾഡിംഗ് ആണ്. TVSന്റെ ഹോൾഡിംഗ് കമ്പനിയാണ്. 28,847 കോടിയാണ് മാർക്കറ്റ് ക്യാപ്പ്. 14 അതിന്റെ PE റേഷ്യോ. അതിന്റെ അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 13.94 ROC 15.66 ആവുന്നു. അവിടുന്ന് 16.95 ആയിട്ട് കൂടുന്നു. ROE 22.86 29.29 ആവുന്നു. 30.61 ആവുന്നു. ഓക്കെ, ഇൻഡസ്ട്രി PEയുടെ പകുതിയേ ഉള്ളൂ PE റേഷ്യോ. PEG റേഷ്യോ വളരെ ഫേവറാണ്. ഫിനാൻസ് അവർക്ക് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്. ഇൻട്രൻസിക് വാല്യൂ 14,521 അങ്ങനെ നോക്കുമ്പോൾ അണ്ടർ വാല്യൂ ആണ്. 3,200 ബുക്ക് വാല്യൂ. ക്വാർട്ടർ റിസൾട്ടിലോട്ട് പോവാം. 12,742 കോടിയിൽ നിന്ന് 17,076 കോടിയായിട്ട് നല്ല രീതിയിൽ സെയിൽസ് കൂടിയിട്ടുണ്ട്. 2002 നിന്ന് 2,775 കോടിയായിട്ട് പ്രോഫിറ്റും കൂടിയിട്ടുണ്ട്. OPM മാർജിൻ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. അവരുടെ ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി ഡയലൂഷൻ ഒന്നുമില്ല. റിസർവ് കൂടി, ബോറോവിങ്സും കൂടി. സ്വാഭാവികം, ഫിനാൻസ് കമ്പനിയൊക്കെയാണ്. പിന്നെ ഇൻവെസ്റ്ററിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റർ സ്റ്റേബിൾ ആണ്. FII മാറ്റമൊന്നുമില്ല. DI മാറ്റമൊന്നുമില്ല. പബ്ലിക്കിന്റെ കയ്യിലും വലിയ മാറ്റമൊന്നുമില്ല. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്ന് വന്നിരിക്കുന്ന ഈ അടുത്ത ദിവസങ്ങളിൽ വന്നിരിക്കുന്ന നല്ല റിസൾട്ടുകൾ. ഇതിനകത്ത് കരൂർ വൈശ്യ ബാങ്ക് ഒക്കെ TVS മോട്ടറൊക്കെ എക്സ്ട്രാ ഓർഡിനറി റിസൾട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ റിസൾട്ടുകളിൽ നമ്മളൊരു പ്രൈമറി അനാലിസിസ് മാത്രമാണിത്. ഞാൻ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തി ആ സ്റ്റോക്കുകളൊക്കെ എങ്ങനെയാണ് ട്രെൻഡ് ചെയ്യുന്നത് മനസ്സിലാക്കി അതിന്റെ ടെക്നിക്കൽ അനാലിസിസ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സ്റ്റോക്കുകൾ എടുക്കാനായിട്ട്. ഓക്കെ, താങ്ക് യു.